നന്നായിട്ട് കളിക്കുന്നവർക്ക് മാത്രമേ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ബിൻസി എവിക്ടഡ്. ബിൻസി. ഹലോ ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡ് 14, 13ാമത്തെ ദിവസം. ഇത്തവണത്തെ പ്രൊമോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എല്ലാവരും ലാലേട്ടൻ ഭയങ്കരമായിട്ട് വലിച്ചു കീറുന്നായിരുന്നു. പക്ഷെ ലാലേട്ടൻ വന്ന ഉടനെ ചെയ്തത് അനുമോളിന്റെയും ജിസേലിന്റെയും വഴക്കിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അതായത് അവർക്ക് വാണിംഗ് കൊടുക്കുമായിരുന്നു. ഇന്നലെ അവരുടെ വഴക്ക് കയ്യാങ്കളിയിൽ പോയത് കൊണ്ട് ഇനി അങ്ങനെയൊന്നും ഉണ്ടാവരുന്നുള്ള രീതിയിൽ വാണിംഗ് കൊടുക്കുന്ന ഒരു സീനായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. അതിൽ കൂടുതൽ ആരെയും പ്രത്യേകിച്ചൊന്നും പറഞ്ഞൊന്നുമില്ല. ഈ അനുമോളിന്റെ ജിസേലിന്റെ വഴക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ജെന്യുവൻ വഴക്കായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം ബാക്കിയുള്ളവരൊക്കെ സ്ക്രീൻ സ്പേസ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഫൈറ്റ് ആയിട്ട് മാത്രമേ ഇതുവരെ തോന്നിയിട്ടുള്ളൂ. പക്ഷെ അനുമോളിന്റെ ജിസേലിന്റെ വഴക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ജെന്യുവൻ വഴക്കായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഇത് നല്ലൊരു കണ്ടന്റ് ആക്കിയിട്ട് അതിനെ വാണിംഗ് കൊടുത്ത് വിടുക മാത്രമേ ചെയ്യത്തുള്ളൂ. ഈ സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കുന്നവര് ഒരുപാട് പേരുണ്ടെങ്കിലും അതിൽ മെയിൻ ആളായിരുന്നു അഭിലാഷും അപ്പാനി ശരത്തും. പക്ഷേ ഈ ഒരു മിസ്റ്റേക്ക് വരുന്ന സമയത്ത് ഇവിടെ ചുമ്മാ ആവശ്യമില്ലാതെ കുറേ പേര് ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇതിനകത്ത് ഇങ്ങനെ നിന്നാലേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു രീതിയിൽ അഭിലാഷ് ഈ വീഡിയോയിൽ പറയുന്ന കേട്ടാൽ തോന്നും പുള്ളി എന്തോ ഭയങ്കര മാന്യനാണ്, സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി അടി ഉണ്ടാക്കുന്നത് പോലെയുണ്ട്. ഇപ്പൊ ഇച്ചിരി മാന്യതൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും പക്ഷെ കഴിഞ്ഞ ഒരു വീക്കിന് മുമ്പേ ഉള്ള വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു കാര്യവും ഇല്ലാണ്ട്, പ്രത്യേകിച്ച് ഒരു ലോജിക്കും ഇല്ലാണ്ട് എവിടെയൊക്കെ വഴക്കുണ്ടോ അവിടെയൊക്കെ അഭിലാഷ് ഉണ്ടാവും. ഒരു കാര്യമില്ലാതെ വഴക്കുണ്ടാക്കുകയും ചെയ്യുന്ന ആളായിരുന്നു അഭിലാഷ്. പക്ഷെ ഇപ്പം കഴിഞ്ഞ തവണ ലാലേട്ടൻ വന്ന് സംസാരിച്ചതിന് ശേഷം പുള്ളി ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്. അതായത് പുള്ളിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു സ്ക്രീൻ സ്പേസിന് വേണ്ടി അടി ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല എന്ന് പുള്ളിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങളൊക്കെ പുള്ളിക്ക് വന്നിട്ടുണ്ട്. നല്ലൊരു കാര്യം തന്നെ. ഇപ്പൊ അഭിലാഷ് ഗെയിം സ്ട്രാറ്റജി മനസ്സിലാക്കി കളിക്കുന്നുണ്ടെന്ന് തന്നെ പറയാം. പിന്നെ അതേപോലെ അനുമോളെ അങ്ങ് എക്സ്പോസ് ചെയ്തിട്ട്, അതായത് കഴിഞ്ഞ ഇതിൽ എപ്പിസോഡിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അനുമോള ആണുങ്ങളൊക്കെ മൊണ്ണകളാന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോയില് അതെടുത്ത് ബിഗ് ബോസിലുള്ളവർക്ക് കാണിച്ചു കൊടുത്തിട്ട് അനുമോളെ അങ്ങ് എക്സ്പോസ് ചെയ്ത് വിട്ടില്ല ലാലേട്ടൻ. അത് ശരിക്കും ചെയ്യണ്ടായിരുന്നു. കാരണം അനുമോളുടെ ഫേസ് ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും ഭയങ്കരമായിട്ട് ഹേർട്ട് ആയിട്ടുണ്ട്. അനുമോള് പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അവിടെയുള്ളവരൊക്കെ മൊണ്ണകളാണെന്നല്ല, എന്നാലും ജിസേലിന് വേണ്ടി വാദിക്കുന്നവരാ. പിന്നെ അതിന് അക്ബറൊക്കെ പറഞ്ഞേക്കുന്നത് ജിസേൽ നല്ലൊരു ക്യാരക്ടറാണ്, പിന്നെ അതേപോലെ ഭയങ്കര മനുഷ്യത്വം ഉണ്ടെന്ന്. എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല ജിസേൽ ഒരു മനുഷ്യത്വം കാണിക്കുന്നതായിട്ട്. ബിഗ് ബോസ് വീട്ടിൽ മനുഷ്യത്വം കാണിക്കുന്നതായിട്ട് എപ്പോഴെങ്കിലും ഒക്കെ എല്ലാവരും കാണിക്കുന്ന പോലെ ചെയ്യുന്നതല്ലാതെ അതിൽ കൂടുതൽ എടുത്തു പറയാനുള്ള ഇതൊന്നും ജിസേൽ അവിടെ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് പറഞ്ഞതുപോലെ അനുമോള് പറഞ്ഞത് ശരിയാന്ന്, അവരുടെ മൊണ്ണകളായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. അതില് അനുമോള് പറഞ്ഞതില് അഭിലാഷ് ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷെ അഭിലാഷ് മാത്രമല്ല, ഷാനവാസും അതിലില്ല എന്ന് തന്നെ പറയാം. പിന്നെ ഇത് കഴിഞ്ഞ ഉടനെ ആയിരുന്നു ലാലേട്ടൻ ഒരു ബോർഡ് എടുത്ത് കൊണ്ടുവന്നിട്ട് അതിൽ ഏറ്റവും നല്ല ക്യാരക്ടർ ഉള്ളവർക്ക് സ്റ്റാർ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടൊരു ടാസ്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ടാസ്ക് അല്ല, ചെറിയൊരു ഇത് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കൊടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇത് കിട്ടിയേക്കുന്നത് ജിസേലിനാണ്. പക്ഷെ അതിൽ ഷാനവാസ് ജിസേലിനാണ് ആ സ്റ്റാർ കൊടുക്കുന്നത്. അത് ശരിക്കും എന്തിനാ കൊടുത്തത് എന്ന് വെച്ചാൽ, എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, അനുമോൾ അങ്ങനെ പറഞ്ഞത് കൊണ്ട് അനുമോൾക്കുള്ളൊരു ഓപ്പോസിറ്റ്, അതായത് അനുമോൾക്ക് എതിരെയായിട്ട് ജിസേലിന് വേണ്ടി സ്റ്റാർ കൊടുത്തത് പോലെ എനിക്ക് തോന്നുന്നു. അല്ലാതെ മനസ്സുകൊണ്ട് ഷാനവാസ ജിസേലിന് കൊടുത്തതല്ല. കാരണം ഏറ്റവും കൂടുതൽ അനുമോളെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ നീ അത് ചെയ്യരുത്, ഈ മേക്കപ്പ് സെറ്റ് ഉപയോഗിക്കരുത് എന്നൊക്കെ ഏറ്റവും കൂടുതൽ പറഞ്ഞതും വഴക്കുണ്ടാക്കിയതും ഷാനവാസ് തന്നെയാണ്. അതുകൊണ്ട് അനുമോൾ അങ്ങനെ പറഞ്ഞത് കൊണ്ട് അതിന്റെ ദേഷ്യത്തിന് ഷാനവാസ് അങ്ങനെ സ്റ്റാർ കൊടുത്തതായിട്ടാണ് എനിക്ക് തോന്നിയത്. ലാലേട്ടൻ വന്നപ്പോ ശരിക്കും ജിസേലിനെ വലിച്ചു കീറി ഒട്ടിക്കുന്ന തന്നെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ വരുന്ന കുറച്ചൊന്ന് സംസാരിക്കുന്ന, ഇനി സാധനങ്ങളൊന്നും കയ്യിലില്ലല്ലോ എന്ന് ചോദിക്കുന്നു, പോകുന്ന അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന സമയത്ത് ലാലേട്ടൻ വാർണിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇനി മുതൽ നിങ്ങൾ ഇതുപോലെ സാധനങ്ങളൊന്നും കയ്യിൽ വെക്കരുത്, ബിഗ് ബോസിന് അനുവദനീയമല്ലാത്ത സാധനങ്ങളൊന്നും കയ്യിൽ വെക്കരുത്, മാക്സിമം നിങ്ങളുടെ ബിഗ് ബോസ് അന്ന് സാധനങ്ങൾ മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്ന് ലാലേട്ടൻ വാർണിംഗ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ബിഗ് ബോസും ഒരുപാട് തവണ വാർണിംഗ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് അനു ഇതിന്റെ പിറകെ നടന്ന് ഡിറ്റക്റ്റീവിനെ പോലെ പിറകെ നടന്ന് ഈ സംഭവങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ബിഗ് ബോസ് നിർത്തലാക്കുമെന്ന് വരെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ടും ജിസേൽ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് എന്തായാലും നല്ലൊരു മറുപടി ലാലേട്ടൻ കൊടുക്കണം എന്നായിരുന്നു എന്റെ ഒരു ഇതുണ്ടായ. പ്രമോല് കണ്ടപ്പോ ഞാനും വിചാരിച്ചു നല്ലപോലെ വലിച്ചു കീറി ഒട്ടിക്കുന്ന ഞാൻ വിചാരിച്ചു. പക്ഷെ ജിസേലിനെ ഒരു സേഫ് ആക്കിയ പോലെ എനിക്ക് തോന്നിയേക്കുന്നത്. പക്ഷെ ഇങ്ങനെയല്ല, ഇതിൽ കൂടുതൽ കുറച്ചും കൂടി ഇതായിട്ട് ഹാർഷായിട്ട് സംസാരിക്കണം തന്നെയാ ജിസേലിന് സംസാരിക്കണം തന്നെയാ തോന്നുന്നത്. അത് മാത്രമല്ല, അവിടെയുള്ള മിക്കവരും ഈ പറയുന്ന അക്ബർ ആണെങ്കിലും അപ്പാനി ശരത്താണെങ്കിലും എല്ലാവരും ജിസേലിനെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. ഏറ്റവും നല്ല ക്യാരക്ടർ ഉള്ള സ്റ്റാർ കിട്ടുന്ന ജിസേലിനാണെങ്കിലും ഫസ്റ്റ് കിട്ടുന്ന ജിസേലിനാണെങ്കിലും സെക്കൻഡ് കിട്ടിയത് അനീഷിനാണ്. കാരണം അനീഷ് നല്ലൊരു ഗെയിം സ്ട്രാറ്റജിയാണ് അവിടെ ചെയ്യുന്നുണ്ടല്ലോ. ഒരു ടാസ്ക് റദ്ദാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ ടാസ്കിന്റെ വീഡിയോ അനീഷിന് കാണിച്ചു കൊടുത്തപ്പോൾ അനീഷിന് അത് മനസ്സിലാവുന്നുണ്ട്, ഞാൻ ഭയങ്കര മോശമായിട്ട് അവിടെ പെരുമാറിയതെന്ന് അനീഷ് പറയുന്നുണ്ട്. ഇനിയെങ്കിലും ആ ഒരു സംഭവം മാറ്റി വെച്ച് കഴിഞ്ഞാൽ അനീഷ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കളിക്കുന്ന ഒരു ഗെയിമറാന്ന് തന്നെ പറയാം. ആ ഒരു സംഭവം മൊത്തത്തിൽ ഒരു കാര്യം തന്നെ 10-20 തവണ പറയുന്നതാണ് എല്ലാവർക്കും വെറുപ്പ് വരുന്നത്. പിന്നെ അതേപോലെ സഹായിക്കാൻ വരുന്നവരെ
ആദ്യം സഹായിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നതും അതിനെക്കുറിച്ച് ലാലേട്ടൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതായത് ആര്യൻ കഴിഞ്ഞ ഗെയിമിൽ മറ്റേ കയ്യൊക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്ന ഗെയിമിൽ ആര്യൻ സഹായിക്കുന്ന സമയത്ത് ഫസ്റ്റ് റൗണ്ടിൽ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ച് സെക്കൻഡ് റൗണ്ട് ആകുമ്പോഴേക്ക് എന്നെ പഠിപ്പിക്കേണ്ട, എനിക്ക് കളിക്കാൻ അറിയാമെന്ന് അനീഷ് ആര്യനോട് പറയുന്നുണ്ട്. അതൊക്കെ സഹായിക്കാൻ വരുന്നവരെ ഷൗട്ട് ചെയ്യുമ്പം കുറച്ചും കൂടി എല്ലാവരും പിന്നെയും വെറുത്ത് പോവുകയോ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ഒരു തവണ ഒരു സംഭവം തന്നെ 10-20 തവണ പറയുന്ന കാര്യം. ഇതൊക്കെ മാറ്റി വെച്ചാൽ തന്നെ ബിഗ് ബോസിലെ ഏറ്റവും നല്ല ഗെയിമറാണ് അനീഷ് എന്ന് പറയാൻ പറ്റും. അടുത്തത് നമ്മുടെ പ്രമോ വീഡിയോയിൽ കണ്ടതുപോലെ നെവിന് വേണ്ടി ലാലേട്ടൻ വെച്ചിരുന്ന ഒരു സമ്മാനത്തെ കുറിച്ചാണ്. അത് കേട്ട ഉടനെ നെവിൻ ഓടി ഇതിലോട്ട് പോകുന്നുണ്ട്, പണിപ്പുരയിലോട്ട് പോകുന്നുണ്ട്. പോയ ഉടനെ നെവിൻ അവിടുന്ന് അലറി വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ വെയിറ്റ് ചെയ്യണം. അങ്ങോട്ട് പോ. സ്പൈക്കുട്ടൻ എന്ന് പറയുന്ന ഈ റോബോ, അതായത് ഡോഗ് റോബോനെയാണ് അവർക്ക് നെവിന് ഗിഫ്റ്റ് ആയിട്ട്, നെവിന് ഗിഫ്റ്റ് എന്നല്ല ഒരു ബിഗ് ബോസ് വീട്ടിനായിട്ട് കൊടുത്തത് ഈ സ്പൈക്കുട്ടൻ എന്ന് പറയുന്ന ഈ ഒരു റോബോനെയാണ്. റോബോനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ ലാലേട്ടൻ പറയുന്നുണ്ട്, പിന്നെ ഇവൻ ഇങ്ങനെ ഇടക്കിടക്ക് വരും, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അവരുടെ ഡിറ്റക്റ്റീവ്, അതായത് അനുമോൾ എന്ന് പറയുന്ന ഒരു ഡിറ്റക്റ്റീവ് ഉള്ളതുപോലെ തന്നെ ഞങ്ങളുടെ വേറെ ഡിറ്റക്റ്റീവ് ആണ് ഈ ഒരു സ്പൈക്കുട്ടൻ. അപ്പൊ ഇടക്കിടക്ക് വരും. അപ്പം സ്പൈക്കുട്ടന്റെ ഇടക്കിടക്കുള്ള എൻട്രി നമുക്ക് ഒരു രസകരമായ എൻട്രി നമുക്ക് ഇനിയും കാണാൻ പറ്റുമെന്ന് തന്നെ പറയാം. അടുത്തത് പ്രമോയിൽ കാണിച്ചത് വൈൽഡ് കാർഡ് എൻട്രി ആയിരുന്നു. 2 അതിഥികളുണ്ട്, വാതിലിനോടെ പോയി നമുക്ക് അവരെ സ്വീകരിക്കാം. ഇതിൽ ലാലേട്ടൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് 2 അതിഥികൾ വരുന്നുണ്ട് എന്ന്. ആ അതിഥികള് ആരൊക്കെയാണെന്ന് ലാലേട്ടൻ പറയുമ്പോൾ തന്നെ ഇവർ അവിടെ നിന്ന് ഗസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒനിയിലും ശാരികയായിരിക്കും അവർ ഗസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒനിയിലും ശാരികയും 48 മണിക്കൂർ ഡെഡ് സോണിൽ പോയിട്ടാണ് തിരിച്ചു വന്നേക്കുന്നത്. ബാക്കി ഇനി അവരവിടെ എന്തൊക്കെയാ ചെയ്തത് എന്ന് ഇനി വരുന്ന എപ്പിസോഡിൽ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. അടുത്തത് എവിക്ഷൻ ആയിരുന്നു. അതായത് പെട്ടെന്നായിരുന്നു എവിക്ഷൻ. ഇപ്പം ഈ കഴിഞ്ഞ സീസൺ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സീസണിൽ വളരെ പെട്ടെന്നാണ് എവിക്ഷൻ നടക്കുന്നത്. അത് ആനകളോ ആരവങ്ങളോ ഇല്ലാത്ത എവിക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ലാലേട്ടൻ വരുന്ന ഇതേപോലെ തന്നെ കാർഡ് എടുക്കുന്ന, ഒരു കാർഡിൽ ഇതേപോലെ ബിൻസി എവിക്റ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നു, അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക, അതിലിങ്ങനെ ഒരാൾ അങ്ങനെ ഒരാൾ ഇങ്ങനെ, അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല. വരുന്ന അതുപോലെ തന്നെ ഇങ്ങനെ ഒരാൾ ഇവരുടെ എവിക്റ്റ് ആണ്, നിങ്ങൾ പുറത്തേക്ക് വരാം, എന്റെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് കഴിയുന്നു, അത്രയേ ഉള്ളൂ. ഇത്തവണത്തെ വീക്കെൻഡിൽ ബിൻസിയാണ് എവിക്റ്റഡ് ആവുന്നത്. പിന്നെ അതേപോലെ തന്നെ ബിൻസി എവിക്റ്റഡ് ആവുന്ന സമയത്ത് ലാലേട്ടൻ തിരിച്ച് ഇങ്ങോട്ടേക്ക് ഓട്ടോ കയറി തിരിച്ച് വരാമെന്ന് പറയുന്ന സമയത്ത് അപ്പാനീനെ മാത്രം, ബാക്കിയുള്ളവർക്ക് സംസാരിക്കുന്നുണ്ട്, ഓക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ശരി ഇതൊരു ഗെയിമാന്ന് പറഞ്ഞ് പോകുന്നുണ്ടെങ്കിലും അപ്പാനീനെ മാത്രം കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട്. ഇതേപോലെ ബിൻസി പറയുന്നത് നിങ്ങൾ നല്ലപോലെ കളിക്കണം, നല്ലപോലെ ഗെയിം കളിക്കണം, അതേപോലെ തന്നെ കപ്പടിച്ചിട്ട് വേണം പുറത്തിറങ്ങാൻ എന്നൊക്കെ പറയുന്നുണ്ട്. ബിൻസി ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണെന്ന് തന്നെ പറയാം. പക്ഷെ എന്നിട്ട് ബിൻസി എന്തുകൊണ്ടാണ് പുറത്തു പോയത്? വോട്ടിന്റെ അടിസ്ഥാനത്തിൽ പുറത്തു പോയി. അതല്ലാതെ ബിൻസിനെ ഇനിയും അവിടെ നിർത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ സീസണിൽ കണ്ടതുപോലെ പെങ്ങളൊട്ടി ഗെയിം ഇറങ്ങാനുള്ള ചാൻസ് ഇവിടെ എന്തായാലും ഉണ്ട്. അത് കഴിഞ്ഞ് പെങ്ങളൊട്ടി കാർഡ് ഇറക്കാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതായത് അപ്പാനിയും ബിൻസിയും തമ്മിൽ അങ്ങോട്ട് ബോണ്ട് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാന്നുള്ളത് കൊണ്ടായിരിക്കും മേ ബി ബിൻസിനെ പുറത്താക്കാൻ ചാൻസ്. അതേപോലെ തന്നെ ബിൻസിക്ക് വോട്ടും കുറവായിരുന്നു. പക്ഷെ അതിലുപരി ഈ ഒരു സംഭവം വരാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ സീസണിൽ വന്ന പോലെ മറ്റേ നന്ദനയും അഭിഷേകും അവരൊക്കെ ഉണ്ടായിരുന്ന സംഭവം ഉണ്ടായിരുന്നല്ലോ, അത് ഇതിലും വരാനുള്ള ഒരു പെങ്ങളുകുട്ടി സംഭവം ഇതിൽ വരാൻ ചാൻസ് ഏറ്റവും കൂടുതൽ ഉള്ളത് കൊണ്ടായിരിക്കും ബിൻസിനെ പുറത്തു പോകാൻ കാരണം എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ അതേപോലെ ബിൻസി എവിക്റ്റഡ് എന്ന് പറഞ്ഞ് ഇന്നലെ കണ്ട ഒരു വീഡിയോയില് അതിന് താഴെ കുറച്ച് കമന്റ്സ് ഉണ്ടായിരുന്നു. ഇതില് പറയുന്ന കണ്ടില്ല, അതായത് അപ്പാനി ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ അപ്പാനി ആയിട്ടുള്ള ആ ഒരു സംഭവം ഒന്നും കൂടെ ക്രിയേറ്റ് ആവാൻ ചാൻസ് ഉണ്ടെന്നത് ഭാര്യയുടെ വഴിപാട് കൊണ്ടൊക്കെയാന്നൊക്കെയാ പറയുന്നത്. ബിഗ് ബോസ് വീക്കെൻഡ് എപ്പിസോഡില് മൊത്തത്തിൽ പറയുവാണെങ്കിൽ പ്രത്യേകിച്ച് ആർക്കും ഒന്നും ലാലേട്ടൻ വെച്ചില്ല. പ്രമോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും ഭയങ്കരമായിട്ട് കിട്ടും, എന്തെങ്കിലുമൊക്കെ വലിച്ചു കീറി ഒട്ടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഞാൻ വിചാരിച്ചു. പക്ഷെ ആർക്കും പ്രത്യേകിച്ച് ഒന്നും ലാലേട്ടൻ കൊടുത്തില്ല. ചുമ്മാ എല്ലാവരും അഡ്വൈസ് ചെയ്ത് വിടുക മാത്രമേ ചെയ്തുള്ളൂ. പക്ഷേ ജിസേലിന്റെ ആ ഒരു ഇതില് ലാലേട്ടൻ പറയാത്തത്, അനുമോളെ എക്സ്പോസ് ചെയ്തിട്ട് ജിസേലിനെ സേഫ് ആക്കിയത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല.
കാരണം ജിസേൽ അവിടെ ചെയ്യുന്നത് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ മനുഷ്യത്വത്തിന്റെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ ചെയ്യരുത് എന്ന് ഒരുപാട് തവണ വാർണിംഗ് കൊടുത്തിട്ടും ജിസേൽ എന്താ ചെയ്യുന്നത്, പിന്നെയും പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്നത്, ആര്യന്റെ കയ്യിൽ നിന്നൊക്കെ യൂസ് ചെയ്യുന്ന കാണുന്നുണ്ട്. ഇതേപോലെ ജിസേലിന്റെ പെർഫ്യൂം ഒക്കെ അവരെടുത്ത് ബിഗ് ബോസിൽ തന്നെ ഒരു ടീം വന്നിട്ട് പെർഫ്യൂം ഒക്കെ എടുത്ത് പോകുന്ന വീഡിയോസ് ഒക്കെ അതിൽ കാണിക്കുന്നുണ്ട്. ഇത്രയൊക്കെ സംഭവിച്ചും ജിസേലിനെ ഒന്നും പറഞ്ഞില്ല, ജിസേലിനെ സേഫ് ആക്കുകയോ ചെയ്ത്. അതേപോലെ തെറ്റ് ചെയ്യാത്ത, അതായത് ജിസേൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നമ്മളെ കാണിച്ചു തരുന്ന അനുമോള്, തെറ്റ് ചെയ്യാത്ത അനുമോള് ആ ഒരു വീഡിയോ, അതായത് ആണുങ്ങളൊക്കെ മൊണ്ണകളാന്ന് പറയുന്ന ആ വീഡിയോ എടുത്തിട്ടിട്ട് അനുമോളെ എക്സ്പോസ് ചെയ്ത് അവിടെ ശരിക്കും പറഞ്ഞാൽ ഇൻസൾട്ട് ചെയ്യുകയോ ചെയ്തത്. പിന്നെ അതേപോലെ അക്ബർ പറയുന്നുണ്ട് ഞാൻ മൊണ്ണയായത് കൊണ്ടല്ല ജിസേലിന് സ്റ്റാർ ഇട്ട് കൊടുക്കുന്നതെന്നൊക്കെ അക്ബർ പറയുന്നുണ്ട്. പക്ഷെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അക്ബറൊക്കെ അങ്ങനെ തന്നെ ഇടയ്ക്കൊക്കെ ജിസേലിന്റെ അടുത്ത് പോയിട്ട് യു ആർ ലുക്കിംഗ് സോ ഹോട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതേപോലെ ഏറ്റവും കൂടുതൽ ജിസേലിന്റെ അടുത്ത് അവർ സംസാരിക്കുന്നത് പറയുന്ന മറ്റേ ചപ്പാത്തി കള്ളി, ഇവള് ചപ്പാത്തി എടുത്ത് പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ ആദ്യം ജിസേല് പറയുന്നത് ചപ്പാത്തി അല്ല, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ആദ്യം പറയുന്നത് ചപ്പാത്തി എടുത്തു എന്നാ, പിന്നെ പറയുന്നത് ചോറെടുത്ത് പോയി എന്നൊക്കെയാ. ശരിക്കും കാണാത്ത കാര്യം ചുമ്മാ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് ഉണ്ടാക്കിയിട്ട് അനുമോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ജിസേല് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ജെന്യൂൻ ഫൈറ്റ് ആയതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഇതിൽ സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. എല്ലാവരും ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക്, എന്റെ വീഡിയോസ് എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ ഗൈസ്.